എൻ കണ്ണേ കാതലേ. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അപ്പാ. അവളെ ഏങ്ങിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാട്ടിയെ രുക്കുമ്മയെ അകത്തേക്കാക്കി അവളുടെ മുന്നിൽ അയാൾ വാതിൽ കൊട്ടി അടച്ചിരുന്നു. അവരുടെ അവഗണനയിൽ ഒരു പൊട്ടിക്കരച്ചിലോട് അവൾ താഴേക്ക് ഊർന്നിരുന്നു. അപ്പുറത്തെ ഇപ്പുറത്തേക്കായി തങ്ങൾ നോക്കി നിൽക്കുന്നവരെ ശ്രദ്ധിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു. ഒരു നിമിഷം കൊണ്ട് കരഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. തന്റെ കയ്യിൽ പിടിച്ചവനെ കത്തുന്ന കണ്ണാൽ നോക്കി. സമാധാനമായിട്ടാണ് നിനക്ക് എന്നെ ഇപ്പിടി ആക്കിയപ്പോ ഉനക്ക് സന്തോഷം താനേ. ഇനി എന്താ പൊക്കോ, കണ്ടുപോയതിന് മുന്നാടി മുന്നേ പോൻ. അടുത്ത നിമിഷം അവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് ചീറിക്കൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയിരുന്നു. അതെങ്ങനെയാടിയോവേ എന്റെ പുന്നാര കെട്ടികളെ കൂട്ടാതെ ഇച്ചായന് പോകാൻ പറ്റുന്നേ? ആ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഈതൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടതും പാറു അവനെ തുറച്ചു നോക്കി. ചിരിയോടെ നിൽക്കുന്നവനെ കണ്ട് ക്രോധത്തിൽ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അതിന് സമ്മതിക്കാതെ അവളെ പൊക്കി തോളിലിട്ട് അവൻ നടന്ന് കഴിഞ്ഞിരുന്നു. കെട്ടഴിച്ചുവിട്ട പൊറുക്കി പൊറുക്കി നിന്റെ അപ്പൻ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോ, അല്ലെങ്കിൽ മോള് വിവരറിയും. ജീപ്പിൽ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന കൈയഴിക്കാൻ ശ്രമിച്ച് പറയുന്നവളുടെ നേർക്ക് അവൻ കൈവീശി പറഞ്ഞു. അവൾ കണ്ണുരുട്ടി നോക്കി. എന്നാടി നോക്കി പേടിപ്പിക്കുന്നത്? പോടാ. പറയലും അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു. കണ്ണിൽ നിറഞ്ഞ കുറുമ്പോടെ അവളെ ഒന്ന് നോക്കി ചുണ്ടുകൾ കടിച്ച് ചിരിയടക്കിക്കൊണ്ട് അവൻ ഹൈവേയിലേക്ക് വണ്ടി കയറ്റി. ഓടിമറയുന്ന മരങ്ങൾക്കൊപ്പം അവന്റെ ചിന്തകളും പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആദ്യമായി അവളെ കണ്ട ദിവസത്തെ ഓർമ്മയിൽ അറിയാതെ അവന്റെ മനമൊന്ന് കുളിർന്നു. അവനെ പോലെ അവളുടെ ഓർമ്മകളും തന്റെ കലാലയ ജീവിതത്തിലെ ആദ്യ ദിവസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സെന്റ് ജോർജ് എഞ്ചിനീയറിംഗ് കോളേജ്, കോട്ടയം. കോളേജ് കവാടത്തിന് മുമ്പിലെ പേര് ഉറക്കെ വായിച്ച് പാറു തന്റെ മുമ്പിൽ നിൽക്കുന്ന ഭാഗ്യത്തെ നോക്കി പുരികം പൊക്കി കാണിച്ചു. പാക്കൃതൊക്കെ ഒരു ചന്തൊക്കെ ഇருக்கு അല്ലേ ഭാഗ്യം? തരക്കേടില്ല. ചുറ്റും നോക്കി അവളത് ശരിവെച്ചു. എന്നാവാ ഉള്ള പോയി ബാക്കി പാക്കല. അതും പറഞ്ഞ് ദാവണി തുമ്പൊന്ന് കറക്കി മെടഞ്ഞിട്ട മുടി മുന്നിലേക്കിട്ട് വലത് കാലം വെച്ച് ഭാഗ്യത്തിന്റെ കൈയും പിടിച്ച് പാറു അകത്തേക്ക് കയറി. റോഷിച്ച ആദ്യവിടെടാ, ഇന്ന് വന്നില്ല അവൻ? കൊച്ചുവിന്റെ ചോദ്യം കേട്ട് ബൈക്കിന്റെ മേലെ കിടന്നവൻ കൈമാറ്റി അവനെ നോക്കി. അവനിതുവരെ എത്തിയില്ലേ? ആ ഇതാപ്പ നന്നായി, നിന്റെ കൂടെ അവൻ വരാറ്. ജോ കൂടി അവന്റെ മുമ്പിൽ വന്നിരുന്നു. റോഷ് ബൈക്കിൽ നിന്ന് എഴുന്നേറ്റ്. ആ അത് ശരിയാണല്ലോ, നീ ഒന്ന് ഒതുങ്ങിന്നേ, വ്യൂ പോകുന്നടാ. ആ കൊച്ചുവിനെ മുന്നിൽ നിന്ന് മാറ്റി അവൻ ഒന്നുകൂടി നിവർന്നിരുന്നു. അപ്പുറത്ത് കൂട്ടം കൂടി നിൽക്കുന്ന പെൺകുട്ടികൾ പലരും അവരെ നോക്കി പോകുന്നുണ്ട്. അതിന് മറുപടി പോലെ റോഷ് അവിടെ ഇരുന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട്. ഓ അതിന്റെ ഇടക്ക് എന്റെ പൊന്നു മോനെ ഒന്ന് പറയടാ, ആദ്യയുടെ അവനിപ്പോ ഒരു വഴിയിൽ വെച്ച് ബുള്ളറ്റിന് സ്റ്റാർട്ടിങ് ട്രബിൾ, ഇപ്പൊ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നീ എങ്ങനെ വന്ന്? ബൈക്കിന്റെ മിററിൽ നോക്കി മുടി സെറ്റ് ചെയ്യുന്നവനെ ജോ കണ്ണുരുട്ടി നോക്കി. റീന വരുന്നുണ്ടായിരുന്ന ആ വഴി, ഞാൻ പിന്നെ അവനെ നോക്കിയൊന്നുമില്ല, അവളുടെ സ്കൂട്ടിലിങ്ങ് പോന്നു. ഇളിച്ചുകൊണ്ട് പറയുന്നവനെ കണ്ട് അവർ നമിച്ചു പോയി. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിന്റെ നിഴൽ കണ്ടാൽ മതിയല്ലോ നിനക്ക്. ജോ അവന്റെ പുറത്ത് അമർത്തിയൊന്ന് പിടിച്ച് അവന്റെ അടുത്തായി തന്നെ ഇരുന്നു. അപ്പോഴും റോഷിന്റെ കണ്ണുകൾ ഗേറ്റ് കടന്നു വരുന്ന തരുണീമണികൾ ഒഴുകി നടക്കുകയായിരുന്നു. ഫ്രഷേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് ജോയും കൊച്ചും അവനൊപ്പം തന്നെ കൂടി സെൻസസ് എടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് കേട്ട താറിന്റെ ശബ്ദത്തിൽ റോഷിന്റെ കണ്ണുകളൊന്ന് കുറുകി. അപ്പോഴേക്കും ഗേറ്റ് കടന്ന് അവന്റെ വണ്ടി അകത്തേക്ക് വന്ന് കഴിഞ്ഞിരുന്നു. ആ വന്നല്ലോ കോളേജ് ഹീറോ. കൊച്ചു ചിരിയോടെ റോഷിന്റെ തോളിൽ തട്ടി പറഞ്ഞു. അവൻ കലിപ്പിച്ചൊന്ന് നോക്കി. നമ്മളൊരു സത്യം പറഞ്ഞല്ലേടാ. പടാ അവനൊരു സത്യം പറച്ചില് നിന്റെ. റോഷ് മുഖം തിരിച്ച് അവന്റെ ചെവിയിലേക്ക് വെച്ച്. ഓ എന്നാടാ ഇത്, നിനക്ക് ഇത്രയും വെറൈറ്റി സാധനങ്ങൾ എവിടെ കിട്ടുന്നു? ജോ ചെവിയിൽ വിരലിട്ടൊന്ന് കറക്കി. കൊച്ചു പിന്നെ അവന്റെ വായിൽ നിന്ന് കേൾക്കേണ്ടൊക്കെ കേട്ടു എന്ന സന്തോഷത്തിൽ മിണ്ടാതിരുന്നു. ആരാടാ അത്? ജീൻസും ടോപ്പും ചുരിദാറും ഒക്കെ ഇട്ട് വരുന്ന പെൺകുട്ടികൾക്കിടയിൽ നിന്ന് വ്യത്യസ്തമായി ധാവണിയെടുത്ത് തലയിൽ മുല്ലപ്പൂവും ചൂടി വരുന്നവളെ കണ്ട് ജോ കണ്ണുകൾ വിടർത്തി നോക്കി. ജോ പറഞ്ഞു കേട്ട് അവന്റെ താറിന് പിന്നാലെ കണ്ണുകൾ പായിച്ചിരുന്ന റോഷും കൊച്ചും പെട്ടെന്ന് തിരിഞ്ഞു. ഒരു നിമിഷം റോഷിന്റെ കണ്ണുകളാകെ അവളിൽ ഓടി അലഞ്ഞു. കാറ്റിൽ മാറിയടർന്ന ധാവണിക്കുള്ളിലൂടെ അവന്റെ കണ്ണുകൾ അവളുടെ അണിവരിൽ തറഞ്ഞു നിന്നു. ചുണ്ട് കടിച്ചു പിടിച്ച് ബൈക്കിന്റെ ഹാൻഡിൽ അവന്റെ കൈ ഒന്നുകൂടി മുറുകി. എന്നാൽ കാഴ്ചക്ക് തടസ്സമെന്ന പോലെ അവന്റെ താറ് അവിടെ മുമ്പിൽ കൊണ്ട് നിർത്തിയതും റോഷിനെ നെറ്റി ചുളിഞ്ഞു. ഈ മോന് വേറെ സ്ഥലം കിട്ടിയില്ലേ, നല്ലൊരു സീന് തണ്ടി മിസ്സായി കളഞ്ഞല്ലോ എന്റെ മാതാവേ. ചുണ്ടുകൾക്കിടയിലിട്ട് പിറുപിറുത്ത് നിരാശയോടെ റോഷി ചുണ്ടുകൂർപ്പിച്ചും താറിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. നെഞ്ചിൽ പതിഞ്ഞിടക്കുന്ന കുരിശുമാല ഷർട്ടിന് പുറത്തേക്ക് വലിച്ചിട്ട് അവൻ മറു സൈഡിലുള്ള മൂന്നെണ്ണത്തിനെയും കണ്ണു ചുരുക്കി നോക്കി. കാണേണ്ട എനിക്ക് അവനെ. അവന്റെ നോട്ടം കണ്ടതും മൂന്നും തല മറു സൈഡിലേക്ക് വെട്ടിച്ചു. ചുണ്ടിൽ നിറഞ്ഞ പുച്ചച്ചിരിയോടെ അവരെ നോക്കി അവൻ കോളേജിലേക്ക് നീങ്ങി. അതും
കീയും കയ്യിലിട്ട് കറക്കി വന്നവൻ പ്രിൻസിപ്പൽ റൂമിന്റെ മുമ്പിൽ നിന്ന് ദേവൻ സാറിന്റെ വിളിയേട്ട് തിരിഞ്ഞതും ചുറ്റും കണ്ണോടിച്ച് കോളേജിന്റെ ഭംഗി നോക്കി വരുന്ന പാറുമായി കൂട്ടിയിടിച്ചതും ഒരുമിച്ചായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്ന ആ മൂന്നക്ക സംഘത്തിന്റെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. അപ്പോഴേക്കും ഒരു ബുള്ളറ്റിന്റെ കാതടിപ്പിക്കുന്ന സ്വരവിടെ ഉയർന്ന് കേൾക്കുന്നതിനൊപ്പം ആദി എന്ന് വിളിച്ചുകൊണ്ട് റോഷ് ബൈക്കിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. കടവുളേനുടെ തല! ശക്തികൾ ആദമിന്റെ നെഞ്ചിൽ പോയിടിച്ച് അവൾ വീഴാൻ തുടങ്ങിയതും ഭാഗ്യ അവളെ പിടിച്ചു നിർത്തിയിരുന്നു. ആദം ഒരു നിമിഷം കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. അപ്പോഴേക്കും ആദിയുടെ ബുള്ളറ്റ് അവരെ മറികടന്ന് പോയി കഴിഞ്ഞിരുന്നു. ഭാഗ്യം! കൈ രണ്ടും തലയിൽ വെച്ച് മുഖം ചുളുക്കി ചോദിക്കുന്നവളെ കണ്ട് അധികം ഓവറാക്കി ചളാക്കാതിരി. ആ ചേട്ടന്റെ നെഞ്ചത്ത് പോയി ഇടിച്ചെന്ന് വെച്ച് നിന്റെ തലക്കകത്തല്ലാതെ പുറത്തൊരു കുഴപ്പമില്ല. ഭാഗ്യ അവളെ നോക്കി കണ്ണുരുട്ടി. പൊടി തിരുട്ടു മൂച്ചി! പള്ളിയടിച്ച് അവളെ നോക്കി പാറു മുന്നിൽ നിൽക്കുന്ന ആദമിന്റെ നേർക്ക് തിരിഞ്ഞു. അവളെ അടിമുടി നോക്കി നിൽക്കുന്നവനെ കണ്ട് പെണ്ണിനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എങ്ക പാതവിടെ നടക്കുന്നു, കണ്ണു തിരിയോ അവനക്ക്? തെറിയോ? അവളുടെ സംസാരത്തിൽ ആദം കണ്ണുമിഴിച്ച് നിന്നു. ആദം! പെട്ടെന്ന് ദേവസാറിന്റെ വിളി വീണ്ടും വന്നു. അവൻ ഞെട്ടി അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി സാറിനെ നോക്കി. ആ സാർ, ഫസ്റ്റ് അവർ കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിലേക്ക് വരണേ. നാളത്തെ മാച്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. യോ സർ, ഞാൻ വന്നേക്കാം. അവൻ വിളിച്ചു പറഞ്ഞു. തംസപ്പ് കാണിച്ച് സാർ ഓഫീസ് റൂമിലേക്ക് കയറിയിരുന്നു. ഇങ്ക പാക്കടോ, ഞാൻ പേசுறது കേൾക്കവില്ലേ നീ? സെവിടാ? എന്റെ കർത്താവേ, തമിഴെത്തിയോ? ഏയ് ഡാവിളിയൊന്നും വേണ്ട. ഇപ്പൊ നമ്മോട് പ്രശ്നം എനിക്ക് കണ്ണില്ലാത്തോ? അപ്പൊ പിന്നെ എന്നെ വന്നിരിക്കുമ്പോ നിന്റെ കണ്ണ് എവിടെയായിരുന്നടി? സമാധാനമായല്ലോ. ഭാഗ്യം ചിരി കടിച്ചു പിടിച്ച് അവിടെ ചെവിക്കരികിൽ നിന്ന് പിറുവിറുത്തു. പാറു കണ്ണ് കൂർപ്പിച്ച് നോക്കിയതും അവൾ നിഷ്കുവായി മാറി നിന്നു. അതെ അണ്ണ, നീ ഇവിടെ ഏത് ഇയർ? പാറു പെട്ടെന്ന് തിരിഞ്ഞ് അവനെ നോക്കി ചോദിച്ചു. അവൻ കണ്ണ് ചുരുക്കി അവളെ നോക്കി. ഹാ, ഒന്ന് സൊല്ലിങ്കടോ. 4th ഇയർ സിവിൽ. ഒന്ന് നീട്ടി മൂളി അവൻ പറഞ്ഞ് അവളൊന്ന് ചിരിച്ചു. അപ്പടിയാ, അങ്ങനെയെങ്കിൽ നീ എന്നോട് സീനിയർ, ഞാൻ 1st ഇയർ സിവിൽ താ. അപ്പൊ ഞാൻ ഇങ്ങ പുതുസാനേ. ഇവളോ പെരി കോളേജ് ചുറ്റിപ്പാകാമ എപ്പടി ക്ലാസ്സിക്ക് പോകും. അതുകൊണ്ട് ഞാനുണ്ടെ കണ്ടില്ല. നീ തന്നെ അപ്പൊ പാത ശ്രദ്ധിച്ച് നടക്കണ്ടേ? വലിയ കാര്യം പോലെ പെണ്ണ് പറഞ്ഞു നിർത്തിയതും. നീയാള് കൊള്ളാലോടി. ആദം താടിയിൽ പിടിച്ച് അവൾ അടിമുടി നോക്കി. എനിക്ക് തെരിയും. പാറു ചിരിയോടെ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. എന്നതാടാ അവരീ കിടന്ന് സംസാരിക്കുന്നത്? റോഷി കണ്ണും കൂർപ്പിച്ച് അവരെ നോക്കിക്കൊണ്ട് ജോയിയുടെയും കൊച്ചുവിനെയും നേരെ തിരിഞ്ഞു. അത് ഞമ്മക്ക് എങ്ങനെ അറിയാനാണ്? കൊച്ചു പറഞ്ഞതും അവരെ നോക്കി മുഖം വെട്ടിച്ച് തന്റെ മുമ്പിൽ നിൽക്കുന്ന ആദിയെ കണ്ട് പെട്ടെന്ന് 2 അടി പുറകിലേക്ക് നീങ്ങിപ്പോയി. ആദി, നീ എപ്പോന്നടാ? എന്ത്, ഞാനിവിടെ എത്തില്ലെന്ന് എഴുതിയോടാ നീ? വിളിച്ചുകൊണ്ട് പറഞ്ഞവനെ നോക്കി ആദ്യം മുരണ്ടതും അവൻ പെട്ടെന്ന് 2 വശത്തേക്കും തലയാട്ടി കാണിച്ചു. വണ്ടിക്ക് എന്തായിരുന്നാ കുഴപ്പം? ജോ ചോദിച്ചതും ആദി കണ്ണുരുട്ടി റോഷിനെ നോക്കി. വണ്ടിക്കല്ലടാ, ഈ തെണ്ടിക്കാ കുഴപ്പം. അപ്പോഴേക്ക് അവനിൽ നിന്ന് 2-3 അടി പുറകോട്ട് വെച്ചിരുന്നു. എടാ ഓടരുത്, ഓടിയാ ഓടിച്ചിട്ട് ഇടിക്കും ഞാൻ. നീ പോടാ, ഞാൻ ഓടും. അയ്യോ, കൂട്ടുകാരൻ എന്നെ തല്ലാൻ വരുന്നേ! പറയിലും അലറി വിളിച്ച് അവൻ ഓടിയതും ആദ്യം അവനെ പുറകെ പാഞ്ഞിരുന്നു. പോയ പോലെ തിരികെ വരുന്നവരായതുകൊണ്ട് ജോയും കൊച്ചും ആദ്യം അവനെ പിടിച്ചുകൊണ്ടുവരും നോക്കി അവിടെ തന്നെ ഇരുന്നു. റോഷിന്റെ അലറി വിളി കേട്ട് ആദ്യം തിരിഞ്ഞു നോക്കിയതും അവന്റെ ഒപ്പം ഭാഗ്യവും പാർവും അങ്ങോട്ട് നോക്കിയിരുന്നു. അപ്പൊ ശരിയേട്ടാ, ഞങ്ങൾ പോട്ടെ. അവനവിടെ നോക്കി നിൽക്കുന്ന സമയം നോക്കി പറഞ്ഞുകൊണ്ട് പാറുവിന്റെ കയ്യും പിടിച്ചു വലിച്ച് ഭാഗ്യം പെട്ടെന്ന് നടന്നു. ഏയ്! ആദം അവരെ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആദം അവന്റെ അടുത്തേക്ക് വരുന്ന കിരണിനെ കണ്ട് ഭാഗ്യവും പാറുവും പോയ വഴിയൊന്ന് കണ്ണുറുക്കി നോക്കിയവൻ കിരണിന് നേരെ തിരിഞ്ഞു. തന്റെ തൊട്ട് പിന്നിലുള്ള ആദിക്ക് പിടികൊടുക്കാതെ റോഷ് വഴുതി മാറി സ്റ്റെയർ കയറി പാഞ്ഞു. ആദി ഇപ്പൊ തന്റെ അടുത്തെത്തും തോന്നിയതും അവൻ ഫസ്റ്റ് ഫ്ലോറിലൂടെ ഓടി പെട്ടെന്ന് മറുവശത്തെ സ്റ്റെയർ ഇറങ്ങിയതും ഭാഗ്യവും പാറുവും മുകളിലേക്ക് കയറി വരികയായിരുന്നു. മുന്നോട്ട് നോങ്ങിപ്പോയതിനാൽ ഭാഗ്യവരുടെ പാഞ്ഞുവരവ് കണ്ട് നീങ്ങി നിന്നെങ്കിലും പാറു ഇതൊന്നും കണ്ടതുമില്ല, കേട്ടതുമില്ല. ശക്തിയായി എന്തോ തന്നെ തട്ടുന്നതിനൊപ്പം ധാവണി മാറി ഇടുപ്പിലേറ്റ പിടിയിൽ പാറു ഞെട്ടി തല ഉയർത്തിയതും തോളിൽ കൂടി തട്ടി ആദ്യം അവളെയും മറികടന്ന് ഓടിയിരുന്നു. അലറിക്കൊണ്ട് അവൾ അവന് നേരെ തിരിഞ്ഞതും സോറി ആദ്യം അവളെ നോക്കി വിളിച്ചു പോയി റോഷിന് പിന്നാലെ ഓടിയിരുന്നു. റാസ്കൽ! പാറു കലിയോടെ ഫ്ലോറിൽ ആഞ്ഞു ചവിട്ടി. സ്റ്റെയർ ഓടിയിറങ്ങിയ റോഷി തിരിഞ്ഞു നോക്കിയതിനു മുന്നേ ആദിയുടെ പിടി അവന്റെ കോളറിൽ വീണതും അവനൊന്ന് കുതിരെങ്കിലും ആദ്യം ഒന്നുകൂടി പിടിമുറുക്കിയതേ അവൻ അനങ്ങാതെ നിന്ന് വിളിച്ചു കാണിച്ചു. അപ്പോഴേക്കും ജോയും കൊച്ചും അങ്ങോട്ട് എത്തിയിരുന്നു. ഇനിയെങ്കിലും കാര്യം പറയടാ, ഞാൻ വൈകിയതിന് ഇവൻ എന്ത് കാരണം നിങ്ങളോട് പറഞ്ഞു? മുണ്ട് മടക്കി കുത്തി ആദ്യം ചോദിച്ചു. ബുള്ളറ്റ് പണി മുടക്കിയെന്ന് 2 റോഷി നോക്കി മറുപടി പറഞ്ഞു കൊടുക്കണം. എങ്ങനെ എന്റെ ബുള്ളറ്റ് പണി മുടക്കിയെന്ന് റോഷന്റെ കഴുത്തിൽ കുത്തി പറഞ്ഞു. അവൻ വീണ്ടും വിളിച്ചു. കാര്യം പറയാതി. ഈ പട്ടി ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു മുന്നേ വണ്ടിയിലെ 3/4 ഭാഗം പെട്രോൾ ആ നിമ്മിക്ക് ഊറ്റി കൊടുത്തിട്ടാ വന്ന്. എന്നിട്ട് വഴി വെച്ച് പെട്രോൾ നിന്നപ്പോ എന്നെ അവിടെ ഇട്ട് ആ റീന വരുന്നുണ്ടപ്പോ നൈസായിട്ട് മുങ്ങി. ഇവനെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്?
പറഞ്ഞുകൊണ്ട് അവന്റെ കൈയുടെ ഇടയിൽ കിടക്കുന്നവൻ ആദ്യം അവരുടെ മേത്തേക്ക് തള്ളിയിട്ടിരുന്നു. കൊച്ചുവും ജോയി അവനെ നോക്കി ആക്കിയ രീതിയിൽ തലയാട്ടി. ഏത് നിമ്മി, ഇവന്റെ വീടിന്റെ അടുത്തുള്ള പഴയ ലൈനല്ലേ? ജോ ചോദിച്ചു. റോഷി ചിരിയോടെ മൂളി. അവള് തന്നെ. നീ അവളെ വിട്ടില്ലേടാ? വിട്ടതൊക്കെ തന്നെയാ. എന്നാലും പെട്രോളില്ലാതെ വീണ്ടും വിളിക്കുന്ന കണ്ടപ്പോ ഒരു മനോവിഷമം. അപ്പൊ ഞാൻ ഊറ്റി കൊടുത്തതാ. ഇവന്റെ വിഷമം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പറയില്ല. അവന്റെ കഴുത്തിൽ വീണ്ടും ആദ്യയുടെ പിടി വീണു. ചെക്കൻ കുതിരി മാറി നിന്നു. വീട്ടടാ, എന്നാലും കഴിഞ്ഞു. നീ ഇവിടെ എത്തിയില്ലേടാ? അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് റോഷ് പറഞ്ഞു. ആദ്യം അവന്റെ കൈ തട്ടി മാറ്റിയിരുന്നു. എന്താടി, എന്താ പറ്റിയേ? ചവിട്ടിത്തുള്ളി നിൽക്കുന്ന പാറുവിന്റെ അടുത്തേക്ക് ഭാഗ്യം പാഞ്ഞെത്തി. അവൻ എന്നെ കയറി പിടിച്ചു. ഭാഗ്യം പൊറുക്കി റാസ്കൽ. എവിടെയാ പിടിച്ച്? ദേഷ്യത്തിൽ അവൾ പറഞ്ഞു. ഭാഗ്യത്തിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്നോട് ഇടുപ്പ് പാറും കെടി. പറയിലും ദാവണിയും സ്വല്പം മാറ്റി അവൾ ഭാഗ്യത്തിന് കാണിച്ചു കൊടുത്തു. വെളുത്ത ഇടുപ്പിൽ ചെറുതായി ചുവന്ന പാട് കണ്ട് അവളുടെ വായും തുറന്നുപോയി. അടപ്പാവി, എന്ത് പിടിയാണടി അവൻ പിടിച്ച്? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ കുന്ത്രാണ്ടൊന്ന് വാരി വലിച്ച് ചുറ്റി വരണ്ടെന്ന്. ഇപ്പൊ കണ്ടോ ഓരോരുത്തന്മാര് വന്ന് പിടിച്ചിട്ട് പോയത്. ഭാഗ്യം, നീ ഇപ്പടിയൊന്നും പേസാതെ. പാട്ടി ചൊല്ലിതാൻ ഞാൻ ഇന്ന് ദാവണി പോട്ടെ. അതുപോലെ കോവിൽ പോവാനും ചൊല്ലി. നിന്നോട് ചൊല്ലിയില്ലേ? ആനാ നീ അത് കേൾക്കവേ ഇല്ലേ? പിന്നെ അതാ പൊറുക്കി. അവൻ കെട്ടവന്താ. അല്ലാതെ ഞാൻ ദാവണി എടുത്തുകൊണ്ടൊന്നല്ല അവൻ എന്നെ പിടിച്ചിട്ട് പോയത്. നീ നോയിക്കോ, അവനൊരു നാൾ എന്നോട് കൈ തന്നെ കിടക്കും. അന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. പറഞ്ഞിർത്തി ചുവന്നേറെ മുഖം വെട്ടിത്തിരിച്ച് പെണ്ണ് ചാണിത്തുള്ളിപ്പോയതും ഭാഗ്യവളുടെ പുറകെ ഓടിയിരുന്നു. ഭാഗ്യവും പാറുവും ക്ലാസ്സിലേക്ക് കയറിയ നിമിഷം പലരുടെയും കണ്ണുകൾ ആദ്യം പോയത് പാറുവിലേക്ക് തന്നെയാണ്. അത് മനസ്സിലായ പോലെ ഭാഗ്യത്തിൽ നോക്കി പുരികം പൊക്കി അവൾ സീറ്റിലേക്ക് ചെന്നിരുന്നു. ഇവളോ നേരം നീ ദാവണിയെ കുറ്റം പറഞ്ഞില്ലേ? ഇപ്പൊ പാക്കടി എന്നോട് ദാവണിയുടെ പവർ. ഒന്നേ ആരാവത് പാത്തോ? എല്ലാവരും എന്നോട് ഫാൻസ് ആയിരിക്കും. എല്ലാം എന്റെ പാർട്ടിയുടെ ആശീർവാദം താൻ. വലിയ കാര്യത്തിൽ പറഞ്ഞ പെണ്ണ് ദാവണി തുമ്മുന്ന എടുത്ത് കറക്കിയതും. അവൻ കയറി പിടിച്ച പാർട്ടിയുടെ ആശീർവാദമായിരിക്കും. ഭാഗ്യത്തിന്റെ ഒറ്റ ഡയലോഗിൽ അവളുടെ ഫ്യൂസ് പോയി. ഞാൻ എന്നോട് മുന്നാടിയെ ചൊല്ലി അവനെ പറ്റി പേസവേ കൂടാതെന്ന്. എനിക്ക് എവളോ കളിയിരിപ്പാണെന്ന് എനിക്ക് തെരുമാ. അവനെ കൈ കടിച്ച അവന്റെ കൈ ഞാൻ ശൂലം തറക്കും. പൊറുക്കി. അവനോടുള്ള ദേഷ്യം മുഴുവൻ കൈയിലേക്ക് ആവായിച്ച് അവൾ ബെഞ്ചിലേക്ക് അടിച്ചതും ക്ലാസ്സിലേക്ക് സാറ് കയറി വന്ന് ഒരുമിച്ചായിരുന്നു. എന്റെ പാറു, ഇത് സാറ് തന്നെയാടി. എന്തൊരു ഗ്ലാമറാടി. സാറിനെ വിഷയം സീറ്റിലേക്ക് ഇരുന്നേ ഭാഗ്യം പാറുവിന്റെ ചെവി കടിച്ചു. ആമാ റമ്പ അഴകായിരിക്കില്ല. ശരിക്കുമ്പോൾ കവിളിലേക്ക് കുഴിഞ്ഞു പോയ അവന്റെ നുണക്കുഴിയുടെ ഭംഗിയുണ്ട് പാറുവും മതിമറന്നിരുന്നു. ഹലോ സ്റ്റുഡൻസ്, ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ. മൈ നെയിം ഈസ് അലക്സ് ചാണ്ടി ജേക്കബ് തരകൻ ആൻഡ് എൻ്റെ സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആണ്. ഈ 4 വർഷത്തെ നിങ്ങളുടെ അധ്യയന വർഷങ്ങളിൽ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്നെ സമീപിക്കാം. എല്ലാത്തിനും ഞാൻ സപ്പോർട്ടായിരിക്കും എന്ന് കരുതി എൻ്റെ തലയിൽ കയറി നിറങ്ങാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാവില്ല. ചിരിയോടെ തന്നെ അലക്സ് പറഞ്ഞ് അവസാനിപ്പിച്ചും എല്ലാവർക്കും അവനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടി കഴിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓരോരുത്തരെയും മുന്നിലേക്ക് വന്നോളൂ. ലാസ്റ്റ് ഉള്ളിൽ തന്നെ തുടങ്ങാം. ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു തുടങ്ങിയതും ഓരോരുത്തരെയും വന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഭാഗ്യശ്രീ ശിവരാമൻ. ഐ ആം കമ്മിങ് ഫ്രം പാലക്കാട്. ഭാഗ്യത്തിന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അവസാനിച്ചു. അവൾ വന്നിരുന്ന പാറു എഴുന്നേറ്റ് മുന്നിലേക്ക് വന്നിരുന്നു. ദാവണിയും തലയിൽ മുല്ലപ്പൂവും ഒക്കെ ചൂടി വരുന്നവളെ അലക്സ് ഒട്ടൊരു അത്ഭുതത്തോടെ നോക്കി. ഇവളെന്താ കല്യാണത്തിന് വന്നാണോ? ചിന്തിച്ചെന്നപ്പോഴേക്കും പാറുവിന്റെ മുമ്പിൽ വന്ന് നിന്നിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഐ ആം പ്രഭൂതി സുബ്രഹ്മണ്യ അയ്യർ. ഐ ആം ഓൾസോ കമ്മിങ് ഫ്രം പാലക്കാട്. പറഞ്ഞുകൊണ്ട് അവിടെ കണ്ണുകൾ ചിരിയോടെ പതിച്ച് ക്ലാസ്സിന് പുറത്തൂടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു പോകുന്ന ആദത്തിലാണ്. രണ്ടുപേരുടെയും കണ്ണുകൾ കോർത്തും പെട്ടെന്ന് തന്നെ അവർ നോട്ടം മാറ്റിയിരുന്നു. നിങ്ങൾ ബ്രാഹ്മിൻസ് ആണോ? അലക്സിന്റെ ചോദ്യം കേട്ട് അവൾ പെട്ടെന്ന് മുഖം ചരിച്ച് അവനെ നോക്കി. യെസ് സർ, ഞങ്ങൾ ബ്രാഹ്മിൻസ് ആണ്. ഭാഗ്യനോട് കസിൻ താൻ. അതായിരിക്കും അല്ലേ ഈ ദാവണിയും മുല്ലപ്പൂവൊക്കെ? ഇനി എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? നോ സർ, ഇന്ന് ഫസ്റ്റ് ഡേ താനേ. കോവിൽ പോയി കടവുളെ കുമ്പിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പാർട്ടിക്ക് വരെ നിർബന്ധം. അതിനാല് ഞാൻ ദാവണി പോയിട്ടിരിക്കുക. എന്നോട് പാർട്ടിക്ക് ഇതിലൊക്കെ കുറച്ച് നിർബന്ധം സർ. എന്നിട്ട് ഭാഗ്യശ്രീക്കൊന്നും കാണുന്നില്ലല്ലോ. ആ കുട്ടിക്ക് ഇത് ബാധകമല്ലേ? അവള് മടിച്ചതാ സാർ. അതാ ഇപ്പടി ഇരിക്ക്. ആനാ ഞാൻ അപ്പടിയില്ലേ. എന്നോട് പാർട്ടി വാക്കി ഞാൻ ഒരിക്കലും തെറ്റിക്കാൻ മാട്ടേ. വലിയ കാര്യത്തിൽ അവൾ പറഞ്ഞു. ഭാഗ്യ അവൾ നോക്കി പല്ലടിച്ചു. തനിക്ക് മലയാളം അറിയില്ലേ? യെസ് സാർ തെരിയും. ആനാ തമിഴ് പേശി പഴകിപ്പോയിരിക്ക്. ശരി ഒരിക്കൽ അലക്സ് പറഞ്ഞു. തന്നെ നോക്കി കണ്ണുറപ്പിച്ചിരിക്കുന്ന ഭാഗ്യത്തെ നോക്കി ഇളിച്ചുകൊണ്ട് പെണ്ണ് സീറ്റിലേക്ക് വന്നിരുന്നു. ഒരു നിമിഷം ക്ലാസ്സിലുള്ളവരുടെ കണ്ണ് മൊത്തം പാറുവിന്റെ പുറകെ പോയി. വീണ്ടും അലക്സിന്റെ അടുത്ത് വന്ന് നിന്നു. സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് അവർക്ക് സിലബസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർ അവസാനിച്ചു. ഓരോ അവർ കഴിഞ്ഞ് 5 മിനിറ്റ് മാത്രമേ ഇന്റർവെൽ ടൈം ഉള്ളതുകൊണ്ട് പാറുവും ഭാഗ്യവും പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പോഴേക്കും ക്ലാസ്സിലെ മിക്കവരും വന്ന് അവരെ പരിചയപ്പെടാൻ തുടങ്ങിയിരുന്നു. ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചതും ഭാഗ്യവും പാറുവും പുറത്തേക്ക് നടന്നു.
കൊച്ചു കൊണ്ടുവന്ന പൊതിയിൽ നിന്ന് നെയ്ച്ചോറും ബീഫും മൊത്തം വാരി വലിച്ചു നിന്ന് കയ്യും നക്കി ചിരിയോടെ റോഷ് എഴുന്നേറ്റതും ബാക്കി രണ്ടെണ്ണം അവനെ തുറച്ചു നോക്കി. എന്താണോ നോക്കുന്നേ? നിങ്ങൾ കഴിക്കുന്നില്ലേ? എന്ത് കഴിക്കുന്നില്ലേന്ന്? നീ നക്കി വെച്ച വാഴയില്ലയോ? ജോർജ് കീറിക്കൊണ്ട് അവനോട് ചോദിച്ചു. വിശന്നിട്ടല്ലേടാ, ചുണ്ടു പുലർത്തി പറയുന്നവനെ കണ്ട് കൊച്ചു പല്ല് കടിച്ചു. വിശപ്പല്ല, എൻ്റെ ആക്രാന്തം. ഹംക്ക് ഒന്ന് പോടാ. അവനെ തറക്കിട്ട് കൂട്ടി വിളിച്ചുകൊണ്ട് അവൻ കൈ കഴുകാൻ പോയതും ആദ്യം അങ്ങോട്ട് എത്തിയിരുന്നു. എടുക്കെടുക്ക്, നെയ്ച്ചോറ് എടുക്ക്. കൊച്ചുവിന്റെ പുറത്തെട്ടി ആദ്യം ചാടിക്കയറിയിരുന്നു. തുടച്ചു നോക്കിയ വാഴയില കണ്ട് അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഓ, എവിടെയാടാ ആ തീറ്റ പണ്ടാരം? ദേ കൈ കഴുകാൻ പോയിട്ടുണ്ട്. ജോ പിന്നിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു അവന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയ ആദ്യയുടെ കയ്യിൽ കൊച്ചു പിടിച്ചിരുന്നു. സാരടാ, ആ ഇബിലീസിന്റെ കൊതി അറിയാവുന്നുണ്ട്. എൻ്റെ ഉമ്മ നമുക്ക് വേണ്ടി ഒരു പൊതി കൂടി വെച്ചിട്ടുണ്ട്. ഒച്ച വെച്ച് ഓനറിയിക്കണ്ട, നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് ക്യാൻറ്റീനിലെ ശാന്തേച്ചിയുടെ അടുത്ത് പോകുന്ന കൊച്ചുവിനെ കണ്ട് ആദ്യം ജോയും പരസ്പരം നോക്കി ചിരിച്ചു. കൈയും വായും മുഖവും കഴുകി തല ഉയർത്തി നോക്കിയ റോഷ് കണ്ണാടിയിലൂടെ കാണുന്നത് കുറച്ച് ദൂരെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പാറുവിനെയും ഭാഗ്യത്തിനെയുമാണ്. അത് കണ്ട് അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലോ. ചിരിയോടെ പറഞ്ഞ് മുഖം തുടച്ച് അവൻ തിരിഞ്ഞതും നെയ്ച്ചോറിന്റെ പൊതി അഴിക്കുന്ന മൂന്നെണ്ണത്തിനെയുമാണ് കണ്ടത്. ഒരു നിമിഷം നടന്നു വരുന്ന ആ രണ്ടെണ്ണത്തിനെയും നെയ്ച്ചോറിനെയും മാറി മാറി നോക്കി. അടുത്ത നിമിഷം അവരെ വിട്ട് അവൻ നെയ്ച്ചോറിന്റെ അടുത്തേക്ക് തന്നെ പാഞ്ഞിരുന്നു. ഏയ് ദാവണി! ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്ന പാറും ഭാഗ്യവും ആരുടെയോ വിളി കേട്ട് പെട്ടെന്ന് തിരിഞ്ഞതും വാഗച്ചോട്ടിൽ നിന്ന് തങ്ങൾ വിളിക്കുന്നവരെ കണ്ട് പരസ്പരം നോക്കി. ആ, നിങ്ങൾ തന്നെ ഒന്നിങ്ങോട്ട് വരണം. കിരണിന്റെ വിളി വീണ്ടും ഉയർന്നു. അവരങ്ങോട്ട് ചൂട് വെച്ചിരുന്നു. എന്റെ ഒടുക്കത്തൊരു ദാവണി കണ്ടോ? ഇത് എത്രാമത്തെ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതെന്ന് മോൾക്ക് വല്ല നിശ്ചയമുണ്ടോ? പോരാത്തിന് പുട്ടിന് പീരപോലെ അവിടെ ഒരു തമിഴും അല്ല, തമിഴാളം. നടക്കുന്നതിനിടയിൽ ഭാഗ്യം പല്ല് കടിച്ചു പാറുവിനെ നോക്കി. ദേ കുറേ സമയമായി നീ എന്നോട് ദാവണിയെ കുറ്റം പറയുന്നു. എനിക്ക് സുത്തമാ പിടിക്കലേ. ഇന്ന് ഞാനിത് പോട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂപ്പിടാൻ ചെയ്യും. നമ്മൾ ജൂനിയേഴ്സ് തന്നെ, അപ്പൊ സീനിയേഴ്സ് കൂപ്പിടും. അതൊക്കെ സണ്ട പൊട്ടിട്ട് കാര്യവും കിടയാത്. പിന്നെ എന്നോട് ഭാഷയ്ക്ക് എന്നെ പ്രശ്നം എന്താ നീ ചൊല്ലുന്നു? അയ്യോ, ഒരു കുഴപ്പമില്ല, തേൻമൊഴിയല്ലേ. അവളുടെ ഒരു മുറി തമിഴും മലയാളവും. പുരികം പൊക്കി ചോദിക്കുന്നവളെ ഭാഗ്യം നന്നായി പുച്ഛിച്ച് വിട്ടു. അധികം പുച്ഛിക്കാതെ ഭാഗ്യം, എൻ ഭാഷ, എൻ തനി ഭാഷ. അതുകൊണ്ട് കൂടുതലൊന്നും പേസാതെ നടക്കേൻ രാസാത്തി. അതും പറഞ്ഞ പാറു മുന്നോട്ട് നോക്കിയതും അവരുടെ കൂട്ടത്തിലിരിക്കുന്ന ആദമിൽ അവിടെയും ഭാഗ്യത്തിൻ്റെയും കണ്ണുകൾ തറഞ്ഞു നിന്നു. നമ്മൾ കാലത്തേണ്ടത് ഈ ചേട്ടനെല്ലേടി? ആമാ ആമാ. ആ, അപ്പൊ ഒരു തീരുമാനമായി. ഇവരിന്നെങ്കിലും നടന്നിവിടെ എത്തുവോടാ? വിഷ്ണുവിന്റെ ചോദ്യം കേട്ടാണ് ആദം ഫോണിൽ നിന്ന് തല ഉയർത്തിയത്. തങ്ങളടുത്തേക്ക് വരുന്ന പാറുവിനെയും ഭാഗ്യത്തെയും കണ്ട് അവൻ തന്റെ ഇരുവശം ഇരിക്കുന്ന കിരണിനെയും വിച്ചുവിനെയും നോക്കി. അല്ലടാ, ജൂനിയേഴ്സ് അല്ലേ, നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കണ്ടേ? അവന്റെ നോട്ടം കണ്ട് ചിരിയോടെ കിരൺ പറഞ്ഞത്. ആ, പരിചയപ്പെടാൻ പറ്റിയ മുതലാ. പാറുവിനെ ഒന്നുകൂടി നോക്കി ആദം ഫോണിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അപ്പോഴേക്ക് അവർ രണ്ടും അങ്ങോട്ട് എത്തിയിരുന്നു. എന്താണ് രണ്ടിനും വിളിച്ചാൽ വരാൻ അത്ര താമസം? അത് അണ്ണാ. ആദം! പാറു പറഞ്ഞു തുടങ്ങിയതിനു മുന്നേ ആദത്തിനുള്ള വിളി വന്നിരുന്നു. അവരുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന രോഹിതാണ്. എന്താടാ? ഫോൺ പോക്കറ്റിലിട്ട് അവൻ എഴുന്നേറ്റു. അലക്സ് സാറ് വിളിക്കുന്നുണ്ട് നിങ്ങളെ, ടൂർണമെന്റ് കാര്യത്തിൽ കൂടി സംസാരിക്കാനാണ്. വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ പോയി. വാടാ, പോയിട്ട് വരാം. ആദം വിച്ചുവിൻ്റെയും കിരണിനെയും നേർക്ക് തിരിഞ്ഞു. ഞങ്ങൾ വരണോടാ. നിഷ്കളങ്കമായി അവനെ നോക്കി മൊഴിഞ്ഞെങ്കിലും അവന്റെ നോട്ടത്തിൽ അവർ വേഗം ചാടി എഴുന്നേറ്റിരുന്നു. പാറുവിനെ അവരെ ഒന്ന് അമർത്തി നോക്കി അവൻ പോയതും പെണ്ണ് ചുണ്ടൊന്ന് കൂട്ടി. അതെ, ചേട്ടന്മാരൊന്ന് പരിചയപ്പെടാൻ വിളിച്ചാ, പക്ഷേ ഇപ്പൊ തീരെ സമയമില്ല. അതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടൽ പിന്നെ ആവാം. ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പൊ പൊക്കോ. അതും പറഞ്ഞ് വിച്ചുവും കിരണും പെട്ടെന്ന് ആദമിന് പുറകെ തന്നെ ഓടി. പാറുവും ഭാഗ്യം അവർ പോയ വഴിയെന്ന് നോക്കി പരസ്പരം കൈമലർത്തി കാണിച്ചു. അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു. ഏത്? അത് തന്നെ, ക്യാൻറ്റീൻ. കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.